നമസ്കാരം, സെല്ലോയിഡ് മൂവി റിവ്യൂവിലേക്ക് സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ നായകനായി മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന BC നൗഫൽ സംവിധാനം ചെയ്ത ഒരു യമണ്ടൻ പ്രേമകഥ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഒരു യമണ്ടൻ പ്രേമകഥയുടെ വിശേഷങ്ങളാണ് മൂവി റിവ്യൂവിൽ. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, അമർ അക്ബർ അന്തോണി ഈ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഏത് തരത്തിലുള്ള ഓളമാണ് തിയേറ്ററിൽ തീർക്കുന്നത് എന്നത് നമ്മൾ ആസ്വദിച്ചതാണ്. അതേ ശൈലിയിൽ തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി മുന്നോട്ട് പോകുന്നത്. കുഞ്ഞിക്ക വളരെ വ്യത്യസ്തമായ ഒരു വേഷത്തിൽ എത്തി എന്നത് തന്നെയാണ് പ്രേക്ഷകരെ സംബന്ധിച്ച് ആദ്യ പകുതിയിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. BC നൗഫൽ, വിഷ്ണു, ഒപ്പം തന്നെ ബിബിൻ, ഇവർ 3 പേരും ചേർന്ന് വ്യത്യസ്തമായ ഒരു കഥയാണ് അവതരിപ്പിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ദുൽഖർ മലയാളത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു നല്ല സമ്മാനമായി തന്നെ സിനിമ മാറണമെന്നാണ് തിരക്കഥാകൃത്തുക്കളും സംവിധായകനും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും BC നൗഫൽ എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു പരിചയമില്ലായ്മ പല ഭാഗങ്ങളിലായി മുഴച്ചു നിൽക്കുന്നുണ്ട്. ആദ്യ പകുതിയിലെ ഒരു സന്തോഷമുള്ള കാഴ്ച എന്ന് പറയുന്നത് ദുൽഖർ, വിഷ്ണു, സൗബിൻ, സലീം കുമാർ എന്നിവരുടെ ഒരു നല്ല തുടക്കമാണ്. ഈ ഒരു നല്ല തുടക്കം തന്നെയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ പകുതി. 2 മികച്ച തിരക്കഥകൾ ഒരുക്കിയ അനുഭവമുണ്ട് വിഷ്ണുവിനും ഒപ്പം തന്നെ ബിബിനും. അതോടൊപ്പം തന്നെ അതേ പാതയിൽ തന്നെ സഞ്ചരിക്കുന്ന ഒരു സിനിമ എന്നുള്ള തരത്തിലാണ് ഒരു യമണ്ടൻ പ്രേമകഥയുടെയും തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും സംവിധാനത്തിലെ പോരായ്മകൾ, BC നൗഫൽ എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകന്റെ ചില പോരായ്മകൾ ചിത്രത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ പലപ്പോഴും ബാധിച്ചതായി തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ചിത്രത്തിലെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ലല്ലു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വ്യത്യസ്തമായ പ്രണയമാണ്. ഈ പ്രണയത്തിനൊപ്പം തന്നെ സഞ്ചരിക്കുമ്പോൾ നാട്ടിൻ പുറത്തെ നിഷ്കളങ്കതയും നന്മയും ചില മൂല്യങ്ങളും എല്ലാം തന്നെ ചിത്രം എടുത്തു പറയുന്നുണ്ട്. അപ്രതീക്ഷിതമായ ഒരു ക്ലൈമാക്സും ചിത്രത്തിൽ സമ്മാനിക്കുന്നത് പ്രേക്ഷകർക്ക് ഒരു നല്ല അനുഭവമായി തന്നെയാണ് തോന്നുന്നത്. ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടു പരിചയിച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് ഒരു യമണ്ടൻ പ്രേമകഥയിലുള്ളത്. ഹരീഷ് കണാരൻ, സൗബിൻ, വിഷ്ണു, ദുൽഖർ, ബിബിൻ എന്നിവരുടെ എല്ലാം കഥാപാത്രങ്ങൾ അത്തരത്തിൽ തന്മയത്വമുള്ള കഥാപാത്രങ്ങളായി തന്നെ പലപ്പോഴും നമുക്ക് ഈ ചിത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. നാദിർഷയുടെ മുറ്റത്തെ കൊമ്പിലെ എന്നുള്ള ഗാനവും ഒരു ഫെസ്റ്റീവ് മൂഡാണ് ഈ ചിത്രത്തിന് നൽകിയിട്ടുള്ളത്. ഒരു യമണ്ടൻ പ്രേമകഥയിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച കഥാപാത്രം ഒരിക്കലും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ആയില്ല. കാരണം അദ്ദേഹത്തിന്റെ കരിയറിൽ വളരെ ചെറിയ ഒരു വേഷമാണെങ്കിൽ പോലും ആ വേഷത്തിന് കിട്ടേണ്ടുന്ന ഒരു പ്രാധാന്യം അത് അതേ അർത്ഥത്തിൽ തന്നെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ചിത്രം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ദൃശ്യാവിഷ്കാരത്തിലെ ചില അപാകതകൾ അത് ചിത്ര സംയോജനത്തെ പോലും ബാധിച്ചോ എന്നുള്ള ചില സംശയങ്ങൾ, എവിടെയാണ് പിഴച്ചത് എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു ചെറിയ ചില സംശയങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ഈ ചിത്രം ഒരു മികച്ച ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു നല്ല ശ്രമമാണെന്ന് പറയാം. ഒരു അർത്ഥവത്തായ ക്ലൈമാക്സ്, ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള രസകരമായ കാഴ്ചകൾ, ഇവയ്ക്കെല്ലാം വേണ്ടി നിങ്ങൾക്ക് ധൈര്യമായി ഈ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കാം. ഈ ചിത്രത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുണ്ടാകാം. ഓരോ കാഴ്ചയും കാഴ്ചപ്പാടുകളും എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. അത് പ്രേക്ഷകർക്കനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഏറ്റവും പുതിയ വീഡിയോസ് ലഭ്യമാകുന്നതാണ്. മറ്റൊരു മൂവിയുടെ വിശേഷവുമായി വീണ്ടും കാണാം. നമസ്കാരം.